നമസ്കാരം. ഞാൻ ഡോക്ടർ പരമേഷ് അയ്യർ, ലിസി ഹോസ്പിറ്റലിലെ പൾമണറി മെഡിസിൻ വിഭാഗത്തിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റാണ്. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിക്കുകയാണ്. അപ്പം ഞാനിന്ന് ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ക്യാൻസറുകളെ കുറിച്ചാണ്. ലോകമെമ്പാടുമുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ലങ് ക്യാൻസറാണ് മരണത്തിന് കാരണമാകുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ വിഭാഗങ്ങളിൽ പെടുന്നത്. അതുതന്നെ പുരുഷന്മാരെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയിടെയായി സ്ത്രീകളിലും കൂടുതലായി ലങ് ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. ലങ് ക്യാൻസറിനുള്ള ഏറ്റവും കോമൺ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുകവലി തന്നെയാണ്. ഈയിടെയായി പൊല്യൂഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, അതുപോലെ തന്നെ ഇൻഡോർ പൊല്യൂഷൻ, അതുപോലെ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് പോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ലങ് ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നുണ്ടെങ്കിലും പുകവലിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് കൂടുതലായും ലങ് ക്യാൻസർ നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ബാക്കിയുള്ള ക്യാൻസറുകളെ അപേക്ഷിച്ച് ലങ് ക്യാൻസറിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ലങ് ക്യാൻസറിൻ്റെ സിംറ്റംസ് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാനാകില്ല. മറ്റ് പല ശ്വാസകോശ രോഗങ്ങളെ പോലെ തന്നെ, ലൈക്ക് COPD, സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള അസുഖങ്ങളെ പോലെ തന്നെ ചുമ, കഫക്കെട്ട്, അതുപോലെ തന്നെ പനി, വെയിറ്റ് ലോസ് പോലെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ ലങ് ക്യാൻസറിലും കണ്ടുവരുന്നത്. പലപ്പോഴും ഈ സിംറ്റംസ് ചില വ്യക്തികൾ എസിംറ്റമാറ്റിക് ആയിട്ടും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ലങ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത് വളരെ ലേറ്റ് സ്റ്റേജിലായിട്ടാണ് അത് കാരണം കണ്ടുപിടിക്കുന്നത്. അത് മുഖാന്തരം തന്നെ പല ആളുകളുടെയും ചികിത്സ വൈകുകയും, അതുപോലെ തന്നെ ക്യൂറേറ്റീവ് ഇൻറ്റൻറ്റിലുള്ള, അതായത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന സ്റ്റേജിൽ ഉള്ള കണ്ടുപിടുത്തം കുറവായിട്ടാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ലങ് ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പരിഹാര പ്രക്രിയ? അതിനാണ് നമ്മൾ ലോകമെമ്പാടും, എസ്പെഷ്യലി വികസിത രാജ്യങ്ങളിൽ എല്ലായിടത്തും കണ്ടുവരുന്നതായിട്ടുള്ള സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന കാര്യം വെച്ചിരിക്കുന്നത്. സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രോഗാവസ്ഥയിലാകുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മൾ പല ടെസ്റ്റുകൾ വിധം കണ്ടുപിടിക്കുന്നതിനെയാണ് സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ലങ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് കണ്ടുവരുന്നത്, പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് ലോ ഡോസ് CT എന്ന് പറയുന്ന വളരെ നിസ്സാരമായിട്ടുള്ള ഡോസിൽ നമ്മൾ CT സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അതിനകത്ത് ലങ്സിൻ്റെ എന്തെങ്കിലും തടിപ്പുകളോ മുഴകളോ ചെറുതായിട്ടുള്ള സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് നിർണ്ണയിക്കുന്നതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ലാൽ, റേഡിയേഷൻ ഓങ്കോളജി HOD, ലിസി ക്യാൻസർ സെൻറ്റർ. ഡോക്ടർ പരമേഷ് നമുക്ക് പറഞ്ഞു തന്നതുപോലെ ക്യാൻസർ, ശ്വാസകോശ അർബുദം പലപ്പോഴും നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 ടൈമിലാണ്. ഇതിനെ സ്റ്റേജ് 1 തന്നെ, അല്ലെങ്കിൽ ഒരു ക്യാൻസർ ആകുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കാൻ ഉതകുന്ന പ്രക്രിയയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് ശ്വാസകോശാർബുദം പൂർണ്ണമായി മാറാനുള്ള സാധ്യത നമുക്ക് 80% മുകളിലേക്ക് എത്തിക്കാനായി സാധിക്കും. വളരെ ലോ ഡോസിലുള്ള ഒരു CT സ്കാൻ, നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു CT സ്കാനിൽ നിന്നും എക്സ്റേയുടെ ഡോസ് വളരെ കുറച്ച് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു CT സ്കാനിനെയാണ് നമ്മൾ ലോ ഡോസ് CT സ്കാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നമുക്ക് മറ്റ് ഇഞ്ചെക്ഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടി വരുന്നില്ല. ഭക്ഷണം കഴിക്കുന്നതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. മൊത്തത്തിൽ ആ ഒരു സ്കാൻ എടുക്കാനായി നമുക്ക് ഒരു 10 മിനിറ്റിൽ താഴെയുള്ള സമയം മതിയാകും. ഈ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായി നമുക്ക് ഒരു ഓങ്കോളജി കൺസൾട്ടേഷൻ ലഭിക്കുകയും ഒരു ഓങ്കോളജിസ്റ്റ് ആ സ്കാൻ നോക്കി നമുക്ക് വേണ്ട ബാക്കിയുള്ള അഡ്വൈസസ് തരികയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ക്രീനിങ് എന്നാൽ ഒരു വൺ ടൈം ഈവൻ്റ് അല്ല. നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല അത്. കണ്ടിന്യൂസ്ലി നമ്മൾ എല്ലാ വർഷവും ഡോക്ടർ പറയുന്നതനുസരിച്ച് കറക്റ്റായി ആ സ്ക്രീനിങ്ങിലൂടെ കടന്ന് പോകണം. അതേപോലെ തന്നെ ആ സ്ക്രീനിങ്ങിൽ നമ്മൾ എന്തെങ്കിലും ഒരു നോഡ്യൂൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് കൃത്യമായി ചെയ്യണം. ആ നോഡ്യൂളിൻ്റെ സൈസ് അനുസരിച്ച് ചിലപ്പോൾ 3 മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ വീണ്ടും നമുക്ക് സ്കാൻ എടുത്ത് നോക്കേണ്ടതായി വന്നിരിക്കാം. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമുക്ക് ബയോപ്സി ചെയ്യേണ്ടതായിട്ടും വരും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കുക.
ഇത് കൂടുതലായിട്ടും ചെയ്യുന്നത് പ്രീവിയസ് ആയിട്ടുള്ള സ്മോക്കിംഗ്, അതായത് നല്ല സ്മോക്കിംഗ് ഹിസ്റ്ററി ഉള്ള ആളുകളോ അല്ലെങ്കിൽ പ്രസൻറ്റ് സ്മോക്കേഴ്സ്, ഇപ്പോൾ നിലവിൽ പുകവലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളോ 50 വയസ്സിന് മുകളിലുള്ള കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ സാധാരണ സ്ക്രീനിങ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ആശുപത്രിയിലും ലോ ഡോസ് CT സ്ക്രീനിങ് പ്രോഗ്രാം എന്നുള്ള ഒരു ഇവൻറ്റ് റെഗുലറായിട്ട് തുടങ്ങുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എസ്പെഷ്യലി COPD പോലെയുള്ള ലോങ് സ്റ്റാൻഡിങ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള വ്യക്തികളിൽ ലോഡോ CT സ്ക്രീനിങ് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കതിനെ പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. നന്ദി.